വളരെ പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു സ്കൈ ഞാൻ കാണുന്നു. അതുകൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നു. ഈ വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോകാൻ പറ്റും. ഇത് ഇവിടുന്ന് 1 മണിക്കൂറോളം ഉണ്ട്. ഞങ്ങളിന്നൊരു 1 ഡേ ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ ഞാനിന്ന് ഈശോയോട് രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈശോയെ ഞാനൊരു 1 ഡേ ട്രിപ്പിന് പോവുകയാണെന്നാണ് പറയാനായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് എൻ്റെ വായിലേക്ക് ഒരു വാക്ക് വന്നത്, ഞാനൊരു 1 ഡേ റിക്കളക്ഷന് പോവുകയാണ്. ഇന്നിപ്പോൾ ഈ കാണുന്ന കോമോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഇന്ന് വെയിലുണ്ട്. ഇന്ന് ആദ്യമായിട്ട് തണുപ്പ് മാറി. ഇപ്പോൾ 19, 15, 16 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം മഞ്ഞ് മൂടിയ മൗണ്ടൻസാണ്. നേരത്തെ ഒരു റൈറ്റ് സൈഡിൽ കണ്ടിരുന്നു. ആൽപ്സ് പർവ്വതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 2-3 മാസം കൂടി വരുമ്പോൾ ഈ സ്ഥലത്ത് വരും. നമ്മൾ ഒരു സ്വിറ്റ്സർലൻഡിൻ്റെയും ഇറ്റലിയുടെയും ബോർഡറിൽ 2 രാജ്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു തടാകം. അതാണ് കോമോ എന്ന് പറയുന്നത്. അവിടെ ഒത്തിരി വലിയ ബോട്ടുകളുണ്ട്. പിന്നെ ആംഫീബിയൻ ഉണ്ട്, അതായത് വെള്ളത്തിൽ കൂടെ പോകുന്ന ബോട്ടും പിന്നെ ചെറിയ ഫ്ലൈറ്റുമായിട്ട് അങ്ങനെ ആ കോമോ മുഴുവനും ഒരു ഹോവർ മാതിരി ചുറ്റിക്കറങ്ങി നടക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. ചെറിയൊരു അതിനെന്താണ് പറയുന്നത്, ഹാങ്കർ എന്നല്ല പറയുന്നത്, ചെറിയ പ്ലെയിനൊക്കെ കൊണ്ടിടുന്നു. അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന് അവരിടും. നമുക്കിതൊക്കെ പോയിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്കിപ്പോൾ 12:30 കഴിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ലഞ്ച് സ്നാക്ക് മാരേജ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പം വൈകുന്നേരം എവിടുന്നെങ്കിലും ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഇറ്റാലിയൻ ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഫുഡുകളാണ്. ഞങ്ങളെപ്പോഴും അവിടെ കയറി കഴിച്ചിട്ട് വരും. എന്നെ വൈകുന്നേരം ഒന്നും ചെയ്യാൻ വേണ്ട. അപ്പം ഞാൻ കാര്യം പറഞ്ഞാൽ എനിക്കൊരു 1 ഡേ റിക്കളക്ഷൻ തന്നെയാണിത്. തടാകത്തിൻ്റെ ഒരു 6 മണിക്കൂർ ഇനി വൈകുന്നേരം വരെ നടക്കുക എന്നുള്ളതാണ് പണി. കൊന്ത കയ്യിലുണ്ടാകും. ഈശോയോട് കുറേ സംസാരിക്കും. ലോകത്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ 1 ഡേ റിക്കളക്ഷനിൽ ചെയ്യുന്നത്. റിക്കളക്ഷൻ അല്ല, ട്രിപ്പാണ്, പിക്നിക്കാണ്. പക്ഷേ എനിക്കിന്നാണ് അങ്ങനെയാണ് വായിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പം നോമ്പ് കാലം ഇനിയും 2 ആഴ്ചയും കൂടി ഉള്ളല്ലോ നമുക്ക് കഷ്ടി. അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങുക. ഞാൻ വന്നു കഴിഞ്ഞ് എനിക്ക് ക്ഷീണമില്ലെങ്കിൽ ഞാൻ ലൈവിൽ കയറും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, സൗകര്യം പോലെ. ഈ സമയത്ത് കർത്താവ് കുറേ സബ്ജക്ട്സ് എൻ്റെ കയ്യിൽ തരുന്നുണ്ട്. അതിനനുസരിച്ച് നീ വീഡിയോ ഇടുക എന്നാണ് കർത്താവ് പറയുന്നത്. അത് നോമ്പ് കാലത്ത് ഏറ്റവും അധികം ദൈവത്തോട് അടുത്തുകൊണ്ട് ഇതുവരെ നമ്മൾ നോക്കാത്ത രീതിയിലുള്ള ഒരു അടുപ്പത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാനാണ് ഞാൻ ഈ മെസ്സേജുകളെല്ലാം കേൾക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു ആഹ്വാനം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഹാർഡ് വിൻ്റർ കഴിഞ്ഞു. ഇപ്പോൾ ഒരു പൂക്കാലം കൂടെയാണ്, സ്പ്രിങ് സീസണാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഒത്തിരി ഫ്ലോറൽ ഷോസൊക്കെ ഫെബ്രുവരിയിൽ നടത്തുമല്ലോ. ആ സമയത്ത് അങ്ങനെ അത് വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കാണാൻ വളരെ മനോഹരമായിരിക്കും നമ്മൾ നടക്കാൻ പോയി. അവിടെ മൗണ്ടനും ഫ്യൂണിക്കുലറൊക്കെ ഉണ്ട്. എത്രയോ മീറ്റർ അകലെ പോയിട്ട് നമുക്ക് അവിടെ അതിൽ പോയാൽ ആ ഭാഗം മുഴുവനും കാണാം. ലുക്ക് അറ്റ് ദ സ്കൈ പപ്പ, വാട്ട് എ പനോരമിക് വ്യൂ റിയലി. എനിക്ക് മേഘങ്ങളാണ് ക്യാമറ വീഡിയോ പിടിക്കാൻ എനിക്കൊരു പ്രചോദനം കിട്ടിയത്. ശരിക്കും ആരോ വരച്ച് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്കുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ എനിക്കുണ്ടായത്. കോമോ എന്ന് പറയണത് ഞങ്ങളുടെ തൊട്ടടുത്ത പ്രോവിൻസാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. നിങ്ങൾ COMO ആണ്. അപ്പോൾ അത് കയറി അതാ മൗണ്ടനാണ് ആ സൈഡിൽ കാണുന്നത്. മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. അവിടെയാണ് എൻ്റെ ഹസ്ബൻഡ്. അവിടെ നിന്നും കുറച്ച് മേളിലോട്ട് കയറണം, സ്കീയിങ്ങിന് പോകാറുള്ളത്. ഞാനും ഒരു പ്രാവശ്യം പോയി. ഈ പ്രായത്തിൽ സ്കീയിങ് ലാസ്റ്റ് ഇയർ ഓൾസോ വി ഹാവ് സീൻ ദാറ്റ് ഫ്ലവേഴ്സ്. യു സീ വണ്ടർ. റോഡ് സൈഡ് മുഴുവൻ ഇങ്ങനെ ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിന് ഈ പുള്ളി ഒന്ന് സ്ലോ ഡൗൺ ചെയ്താലേ ഉള്ളൂ. 160 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും കിട്ടാൻ പോണില്ല, ഉള്ളത് പിടിക്കാൻ.